അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങളെ കാണാൻ പോവുകയാണ് നമ്മളെ ഗുണ്ടു. ഹോസ്പിറ്റലിലായ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ചേട്ടന് പെട്ടെന്നായിരുന്നു ജോലിക്ക് പോകാൻ ഇറങ്ങിയപ്പം ഇങ്ങനെ ഒരു വയറുവേദന വന്ന് ഹോസ്പിറ്റലിൽ പോയതാണ്. എന്നതാ നീണ്ട 5-6 ദിവസത്തിന് ശേഷമാണ്. ഇടയ്ക്ക് ഞാൻ 1-2 ദിവസമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവന് കൂടുതലും മിസ് ചെയ്തത് ചേട്ടനെയാണെന്നാണ് തോന്നുന്നത്. അവൻ്റെ ഈ സന്തോഷമൊക്കെ കണ്ടിട്ട്. പിന്നെ ചേട്ടൻ്റെ അനിയനാണ് ഞങ്ങളെ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് കൊണ്ടുവന്നത്. ചേട്ടൻ്റെ അനിയനും വൈഫും ഉണ്ടായിരുന്നു കൂടെ വരാൻ. ഞാൻ പിന്നെ ഓട്ടോയിലിരുന്ന കുറച്ച് സാധനങ്ങളും ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പുറത്താണ്. അതുകൊണ്ടാണ് ഗേറ്റ് ഇങ്ങനെ ചേട്ടൻ പിടിച്ചു വെച്ചുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് ഇപ്പോൾ ചാടി വീഴും എന്നൊക്കെയായിരുന്നു. പക്ഷെ അവൻ നോക്കി നോക്കണേ, എന്നെക്കാളും കൂടുതൽ ചേട്ടനെയാണ് അവൻ മിസ് ചെയ്തത്. ഇവനെ ചുമ്മാതെ തന്നെ ഞാൻ ഇങ്ങനെ ചെല്ലം കൊടുത്ത് വളർത്തുന്നത്. അവന് ചേട്ടൻ മതി. ഞാനതുകൊണ്ട് ഗുണ്ടുവിൻ്റെ കൂടി പിണക്കമാണ്. ഇതാ ഞാൻ വന്നു. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ അടുത്ത് സ്നേഹം. പിന്നെ ഇത് ചേട്ടൻ്റെ അനിയനും വൈഫുമാണ്. ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് അവരൊരു ചായ പോലും കുടിക്കാതെ പോയി. കാരണം അവരും കുറേ വൈകി, രാവിലെ വന്നതല്ലേ. അപ്പം നമുക്ക് വൈകുന്നേരമൊക്കെ ആയി എല്ലാം കഴിഞ്ഞ് കിട്ടിയപ്പോൾ. പിന്നെ അവർ നിൽക്കുന്നില്ല, ചായയൊന്നും കുടിക്കുന്നില്ല എന്ന് പറഞ്ഞ് അപ്പം തന്നെ അവർ പോയി. അകത്തൊക്കെ കയറി കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ പുറത്ത് വീണ്ടും ഉണ്ടായിരുന്നത് കൊണ്ടും അവരെന്നെ കടിക്കോ ഇല്ലയെന്ന് അറിഞ്ഞുകൂടാത്തത് കൊണ്ടും നമ്മൾ കെട്ടിയിട്ടതാണ്. പിന്നെ ഞാൻ വന്നു. പിന്നെ അഴിച്ചൊക്കെ വിട്ടപ്പോൾ നിങ്ങൾ നോക്കണം, എനിക്ക് എൻ്റെ ഒരു സ്നേഹമില്ലെന്ന് പറഞ്ഞത് ഇപ്പം നോക്കണേ. ഞാൻ അഴിച്ചു വിടുമ്പം ഒറ്റൊരു ഓട്ടമാണ് അച്ഛൻ്റെ അടുത്തോട്ട്. എൻ്റെ അടുത്തൊന്നും ഒരു തരി സ്നേഹമില്ല. ഈ കള്ളനെ ഞാൻ എന്തിനിങ്ങനെ വളർത്തണമെന്നാണ്. പിന്നെ ഇവിടെ വന്നപ്പോൾ അച്ഛൻ്റെ പുറത്ത് വീണ്ടും ചാട്ടവും ബഹളമൊക്കെ ആയിരുന്നു. പിന്നെ ഞാനും വന്ന്, എനിക്ക് കളയാൻ പറ്റൂലല്ലോ. പിന്നെ ചേട്ടൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നേ ഇന്ന്. ഗുണ്ടുവിന് എൻ്റെ ചേട്ടൻ്റെ അടുത്ത് നിന്ന് മാറണതേ ഇല്ല. നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴായാലും എപ്പോഴും ഇപ്പം ചേട്ടൻ്റെ കാലിൻ്റെ താഴെ. എനിക്ക് തോന്നുന്നു നൈറ്റൊക്കെ കൊണ്ടുപോയി അവന് കുറച്ചുകൂടി അച്ഛനെ മിസ് ചെയ്തെന്ന് തോന്നുന്നു. എന്തൊരു സ്നേഹമെന്ന് അറിഞ്ഞൂടെ. ആര് വന്നാലും അവൻ അച്ഛൻ്റെ താഴെ തന്നെ. എന്നെ അത്ര ഇഷ്ടമൊന്നുമില്ല, അവൻ മറന്നു തന്നെ. ഇപ്പം ഇത് ആദ്യം ചേട്ടൻ്റെ അമ്മ വന്നപ്പോൾ ഉച്ചയ്ക്ക്, വൈകുന്നേരം ഇവിടെ ഇരിക്കുന്നതുണ്ടോ എൻ്റെ അച്ഛൻ ഇതുപോലെ ചേട്ടനെ കാണാൻ വന്നപ്പോൾ ചേട്ടനെ വിട്ട് പോകണില്ല. എല്ലാവരും വന്ന് കാണുന്നവരോടും എല്ലാം ഗുണ്ടുവും കൂടി ഉണ്ട്. ഗുണ്ടുവും കൂടിയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവമായിരുന്നു. പിന്നീടൊക്കെ പറയാം ബാക്കി.